എല്ലാത്തിനും മാറി നിൽക്കണ്ട. കുറച്ച് വണ്ണം കൊണ്ട് നമ്മളെല്ലാം മണ്ടന്മാരാണ്. ഓണക്കല്ലേ ഓണപ്പാട്ട് പാടാം. ഓണപ്പാട്ടിൻ പാടുന്നുള്ള മുന്നാട്ടക്കിളി കുന്നാണക്കുളിയേ എല്ലാത്തിനും മാറി നിൽക്കണ്ട. ഞാൻ ചാറ്റിനോട് ചോദിച്ചപ്പോ ചാറ്റ് പറഞ്ഞ ബാബു വേഴ്സസ് ഈഗിൾ തന്നെയാണ്. കുറെ പേര് അതാണ് പറഞ്ഞത്. ബാബുവും പ്രശ്നം പറഞ്ഞില്ല. രണ്ടുപേരും കോമ്പറ്റീഷൻ വേണം. ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ബാബു ഈഗിൾ ഇരിക്കട്ടെ. അപ്പൊ അപ്പൊ ഇത് ബാബു വേഴ്സസ് നടക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങളൊന്ന് ഒരു റോക്ക് പേപ്പർ സിസ്റ്റർ ആദ്യം വിളിക്കുന്ന ടീം വിളിക്കുന്ന. അപ്പൊ ആദ്യം റോക്ക് പേപ്പർ സിസ്റ്ററും ജയിക്കുന്ന ആൾ വിളിക്കും. ബെസ്റ്റ് ഓഫ് 3 ആണോ? ഉറപ്പാണോ? ബെസ്റ്റ് ഓഫ് 3 നടക്കട്ടെ. ഓക്കെ, ഇത് മൈൻഡ് ഗെയിംസ് ആണ്. റോക്ക് പേപ്പർ സിസർ. ആ മൈൻഡ് ഗെയിം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു പോയിന്റ് തോറ്റു. ഓക്കെ, അടുത്ത ബെസ്റ്റ് ഓഫ് 3 ആണ്. അടുത്ത് റോക്ക് പേപ്പർ സിസർ. റോക്ക് പേപ്പർ സിസർ. എനിക്ക് വേണ്ട, മുതലാളിക്ക് കൊടുത്തു. അപ്പൊ മുതലാളിക്ക് ഫസ്റ്റ് വിളി. ഇങ്ങോട്ട് വന്ന നമ്മൾ ഒരു ടീമിന് ഒരു 7 പേര് വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഓരോ ടീമിൽ 10 പേര് ആയിട്ടുണ്ടോ? എല്ലാരും കുറച്ച് പേര് ഇല്ല. നമുക്ക് എല്ലാരും വിളിക്കുന്നതാണ്. അപ്പൊ ഈകള് തുടങ്ങിക്കോ. ഫസ്റ്റ് വിളി. ഞാൻ നമ്മളാരും പറയാനാണെങ്കിൽ നമുക്ക് കുറച്ച് വണ്ണം കൊണ്ട് നമ്മളെല്ലാം മണ്ടന്മാരാണ്. ബേസിക് ആയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി? അപ്പൊ നമ്മള് മന്ദാരത്തിനെ നമുക്ക് കുറ്റിയായിട്ട് നടത്താം. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളവരെ മാക്സിമം ഒരു നല്ലൊരു കോമ്പറ്റീഷൻ കൊടുക്കുക. നമുക്ക് ജയിക്കാൻ പറ്റും. റോക്ക് പേപ്പർ സിസർ. അപ്പോ ബാബുവിന്റെ ടീം എന്റെ റൈറ്റ് സൈഡിലും ഈഗിൾ ടീം എന്റെ ലെഫ്റ്റ് സൈഡിലും. കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. ഇതല്ലേ നടക്കുക. ഈ ക്രോസ് വീഴാണ് നല്ലത്. ക്രോസ് വീഴാണ് നല്ലത്. ഞാനിവിടെ നിൽക്കുന്ന സ്ഥലമാണ് സെന്റർ. അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് നിൽക്കുക. ഈ ഇവിടം വരെ സ്ഥലമുണ്ട്, ഇവിടം വരെ സ്ഥലമുണ്ട് നിങ്ങൾക്ക് നിൽക്കാനായിട്ട്. ഫോൺ കൊടുക്കണം. മൈക്ക് മാറ്റിക്കോ വേണമെങ്കിൽ. ഈ സാധനത്തിൽ കൊണ്ട് പിടിക്കുമ്പോഴാണ്. വീണ്ടും ടീം ബാബു. ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് സെന്റർ. നിങ്ങൾക്ക് ഇവിടം വരെ നിൽക്കാം. ഇവിടെ ഈ ഫ്രണ്ടിൽ, അവിടെ അതോ ഫ്രണ്ടിലല്ലോ. ബാബു ബാക്കിൽ പോയാ? ബാബു ഫ്രണ്ടിൽ എന്ത് ഇങ്ങനെ നടക്കുന്നത്? പറയാനുണ്ടോ അവസാനമായിട്ട്? കോൺഫിഡൻസ് എന്താ പറയണ? ഒരു വലിയ തിരിച്ചു ഇവിടെ നീ മണ്ടനാണ്. അവിടെ ഇപ്പോഴും സ്ട്രാറ്റജി ശരിയാക്കിയിട്ടില്ല. ഈകളെ അവസാനമായിട്ട് പറഞ്ഞതാണ്. അവിടെ നിന്ന് പറഞ്ഞു ഈകൾ എന്നാൽ നിലത്ത് വീണ് കഴിഞ്ഞാൽ കൈ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നാണ് ബാബു പറഞ്ഞത്. ഇവിടെ ഈകൾ എന്നും പറയാനുണ്ട് അങ്ങോട്ടേക്ക്. കുഴപ്പമില്ല, നീ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. നമ്മൾ എന്താ നമ്മുടെ കാണിക്കുന്നതിലൂടെ അങ്ങനെ കാണിക്കില്ലേ ബാബു?
കുറച്ച് കറക്കി ടൈറ്റ് എല്ലാവരും എടുത്ത് കൈ പിടിക്കുക. ടീം രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് റെഡി ആയിക്കോ. രണ്ട് നിൽക്കുന്നില്ല, അത് റിബൺ ഒന്ന് കിട്ടിക്കോ. ഓക്കെ, രണ്ടുപേരും ജസ്റ്റ് ഒന്ന് പിടിച്ചേ. രണ്ട് വിസിൽ അടിക്കും നമ്മള്. ഫസ്റ്റ് വിസിലില് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കാനാണ്. ഇപ്പൊ എല്ലാം ജസ്റ്റ് പിടിച്ചാൽ ടൈറ്റ് ആക്കല്ലേ, ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കി കിട്ടേക്ക. ഫസ്റ്റ് വിസിൽ നമ്മൾ എല്ലാം ടൈറ്റ് ആക്കും, റിബൺ കെട്ടും. രണ്ടാമത്തെ വലിയിലാണ് ഫുള്ളായി, രണ്ടാമത്തെ വിസിലാണ് നമ്മൾ വലിച്ചു തുടങ്ങുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, വെയിറ്റ്. എല്ലാവരും പിടിച്ചോ? റെഡിയാണോ? നിക്ക്. ഇപ്പുറത്തെ സൈഡിൽ ബാബു എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് നേരമായി. ബാബു അത് വേണ്ട, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അത് വിട്ടേക്ക്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾ റെഡിയാണോ എല്ലാവരും? രണ്ട് വിസിൽ വരും, ആദ്യമേ വലിക്കരുത്. ഫസ്റ്റ് വിസിൽ അടിക്കുമ്പോൾ ജസ്റ്റ് ടൈറ്റ് ആക്കുക. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വിസിൽ അടിച്ചോ. ഓക്കെ, വലിക്കരുത്. ടൈറ്റ് ആക്കി നിർത്താ. വെയിറ്റ് ചെയ്യേ. ഓക്കെ, സെന്റർ കിട്ടിയോ? ഓക്കെ, 3, 2, 1. ബെസ്റ്റ് ഓഫ് 3. കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ് ഓഫ് 3 ആണ്. നിങ്ങൾ ഒരെണ്ണം ജയിക്കണം. സൈഡ് മാറിക്കോ. ഇവിടെ പറ്റൂല. ഇവിടെ വലിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല പറഞ്ഞു, ഇവിടെ വലിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്കും അവസരം കിട്ടും. ഈ സൈഡിൽ അവരാണ്. അവസാനം നിങ്ങൾക്ക് ഒരു ഡോസ് വേണ്ട, വന്നിട്ട് ജയിക്കുന്നത് നോക്കാം. അത് ബാബുവിന്റെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ഇവിടെ കളിച്ച് ചെന്ന ഒരു പ്രശ്നമില്ല. അതാകുമ്പോ ബാബുവിനാണ് ആ കരുത്ത് എന്നുള്ളത് നമുക്ക് തെളിയിക്കാം. ഈ സൈഡ് വന്നാലും ജയിക്കും. നേരത്തെ പറഞ്ഞതന്നെ, വീണ്ടും എഴുന്നേൽപ്പിക്കും. ഓക്കെ, സ്ട്രാറ്റജി നിന്നോ. അപ്പോ നമ്മുടെ ഫസ്റ്റ് വടംവലി ബെസ്റ്റ് ഓഫ് 3ന്റെ റൗണ്ട് നമ്പർ 1 ജയിച്ചേക്കുന്നത് ബാബുവിന്റെ ടീമായിരുന്നു. രണ്ടാമത്തെ ടീം ബാബു ജയിച്ചു കഴിഞ്ഞാൽ ഇത് എൻഡിങ് ആയിരിക്കും. പക്ഷേ ഇത് ഈഗൾ തിരിച്ചു വന്നാൽ നമ്മൾ തേർഡ് ഗെയിമിലേക്ക് പോകുന്നതാണ്. സോ വീണ്ടും എല്ലാം തിരിച്ച് പൊസിഷൻസ് എടുക്കുക. അയ്യോ, ചെറിയ ടീം സ്ട്രാറ്റജീസ്, ചെറിയ ഡിസ്കഷൻസ്. എല്ലാം സ്ട്രാറ്റജി ഒക്കെ സെറ്റ്. സ്ട്രാറ്റജി വേണ്ടെന്ന് പറയാൻ പോയതാ. നമുക്ക് അത്ര ചിന്തിക്കാനൊന്നും വയ്യ. ഓക്കെ, എല്ലാരും വടം റെഡി. അവന് സ്പേസ് കൊടുക്കണം. അവന് കുറച്ച് ബാക്കിലോട്ട് പോലെ സ്പേസ് കൊടുക്കണം. കേട്ടോ, വീണ്ടും രണ്ട് വിസിൽ ഉണ്ടാവും. ഫസ്റ്റ് വിസിലിന് ടൈറ്റ് ആയിട്ട് പിടിക്കുക. രണ്ടാമത്തേനാണ് വലിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. ഓക്കെ, 3, 2, 1. ആന്റെ മുണ്ട് വെച്ച് പോയിട്ടുണ്ട്, പേടിക്കണ്ട. അത് മുണ്ടാണോ? ഓക്കെ, ബെസ്റ്റ് ഓഫ് 3 ആണ്. ഈഗൾ ഒന്നും വന്നേ. അല്ല, ഞാൻ കാണുന്നുണ്ട്. നമുക്ക് അവിടെ വല്ലതും വലിച്ചാലോ? അവിടെ വലിക്കണോ? അവിടെ വല്ലതും വലിച്ചാലോ? അല്ല, ഇവിടെ നടക്കൂല. അവിടെ വലിക്കാൻ പറ്റുമോ? ഇവിടെ വലിക്കാമോ? വടം എടുത്തോ, പൊക്കിക്കോ. വടം പൊക്കിക്കോ. അപ്പൊ അപ്പത്തേക്ക് ചെയ്യാം. കുറച്ചും കൂടെ സ്ഥലമുള്ള സ്ഥലം നോക്കണം. എന്റെ ദേഹത്ത് കല്ല് കിട്ടിയിട്ടാണ്. കുറച്ച് വെയിറ്റ് ആയത്. നമ്മളാ സൈഡിൽ നിന്ന് കുറച്ച് ഒരു അത്ര കൂടി നിന്നില്ല. അപ്പൊ ഏതെങ്കിലും സൈഡിൽ നിന്നാ ഞാൻ വിചാരിച്ചത്
ബാബു നമ്പൂതിരി ഒറ്റ വാക്കുകളൊന്നാണ്. ഓക്കെ വാ ടോസ് ഇങ്ങനെ ഏത് ഓർഡർ നമ്പർ ഏതാ ഞാനൊരു 2 അങ്ങനെ വിളിച്ചാ പോരെ കഴിഞ്ഞ പോയ ഒറ്റ വഴിയുള്ള ഗേറ്റ് കെട്ട ഗേറ്റ് കെട്ട് വേറെ വഴിയില്ല. ഗേറ്റ് കെട്ടിയോ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ശ്രീവിൽ പറയേണ്ട കാര്യം കൂടെ. വടംവലി ജയിക്കുന്ന ടീമിന് സ്പോൺസർ ഉണ്ട്, പ്രൈസ് 1000 രൂപ ക്യാഷ്. ജയിക്കുന്ന ടീമിന് വടംവലിയിൽ ജയിക്കുന്ന ടീമിന് 1000 രൂപ ക്യാഷ്. ഓക്കെ, അപ്പൊ ഒരു ഉന്മേഷമാണ് വരട്ടെ. ഇപ്പൊ 1-1 സ്കോർ ഇരിക്കുന്നത്, ലാസ്റ്റ് ജയിക്കുന്ന ടീം. ഓക്കെ സെറ്റ്. ഇപ്പുറ സൈഡ് ഹൈപ്പ് ആക്കിക്കോ. മന്ദാരമാണ്. നീ കുറച്ചുകൂടെ ലൂസ് ആക്കിട്ടോ. രണ്ട് ടീമും റെഡിയാവുക. ടേക്ക് പൊസിഷൻ. ഓക്കെ, വരം റെഡി. രണ്ട് ടീമും ഈ സൈഡ് പിടി. അല്ല, നമ്മൾ ഒത്തിരി ഇപ്പുറത്ത് വരും. ഈ സൈഡ് പിടി. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും വെക്കാം. ഇവിടെ ഇങ്ങോട്ട് വെച്ചോ. ഇത് സെന്ററായിട്ട് വെച്ചോ. രണ്ട് ഈ സൈഡിൽ ഇങ്ങോട്ട് വെച്ചാൽ എടാ, ആ വടി ഇങ്ങോട്ട് വെച്ചു. ഇപ്പുറത്തെ ഇങ്ങോട്ട് ഒരു ഓർമ്മ ഇട്ടാൽ ആ വടി ഈ സെന്ററായിട്ട് വെച്ചു. ഇവിടെ വെച്ചാൽ വേണ്ട. അത് ആ സൈഡ്, ഈ സൈഡിലാണ് സെന്റർ വെച്ചോ. അവിടെ എങ്ങോട്ടാണ് കേട്ടോ. ഇത് സെന്റർ, ഇവിടെ സെന്റർ മതി. ഇവിടെ കിട്ടുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഫിനിഷ്. ഓക്കെ, എല്ലാവരും രണ്ടുപേരും കയർ റെഡി. ടീം റെഡിയാണോ? ഇപ്പൊ സൈഡ് റെഡിയാണോ? ഓക്കെ, ഫസ്റ്റ് വിസിൽ വെയിറ്റ് ചെയ്യേ. ടൈറ്റ് ആയിട്ട് വലിക്കല്ലേ. 3, 2, 1 വലിക്കോ. ജയിച്ച ടീം ബാബു എന്താ പറയാനേ? മുഖത്ത് നോക്കി പറയാനാ പോലെ. മുഖത്ത് നോക്കി. എനിക്കൊരു സംശയം. ടീം